നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവരെത്തിയിട്ടുണ്ട്. മൂസ് തിരുമേനി രാവിലെ എന്നെ വിളിച്ചിരുന്നു. ഏതോ VIP മനയിൽ ട്രീറ്റ്മെന്റിന് വരുന്നുണ്ടത്രേ. അപ്പോ ആശ മാത്രമാണോ വരുന്നത്? വകയിലെ ആശയുടെ ഒരു ആങ്ങള കൂടെ ഉണ്ടെന്ന്. അവര് വന്നുവച്ച നമസ്കാരം. നമസ്കാരം. വാ, ഇരിക്ക്. ഇരിക്ക്. ഇരിക്കെ. അല്ല, ഗോവിന്ദ് വന്നില്ലേ? അവൻ ഇന്ന് ഹോസ്പിറ്റലിൽ അത്യാവശ്യമായിട്ട് പോകേണ്ടി വന്നു. ഇദ്ദേഹം ഇതെന്റെ വല്യമ്മയുടെ മകനാ. ഞാൻ ഉത്തമൻ, മിലിറ്ററിക്കാരനാ. താമസം അങ്ങ് പട്ടാമ്പിയില്ല. ഞാൻ പ്രഭാചന്ദ്രൻ, സഞ്ജുവിന്റെ ഫാദറിലോ. ആ, നിങ്ങളെ പറ്റിയൊക്കെ പെങ്ങള് പറഞ്ഞിരുന്നു. മകള് മനയില് ട്രീറ്റ്മെന്റിലായിരുന്ന സമയത്ത് ഞാനവിടെ വന്നിരുന്നു. ആ മോള ഇത് പട്ടാമ്പിലാണോ ഭാര്യ വീട്? ഞാൻ കോണിക് ബാച്ചിലറാണ്. സുഖം സമാധാനം. അതെന്താ വിവാഹം വേണ്ടെന്ന് വെച്ചത്? ഉത്തമന്റെ ഭാഷയെ പറഞ്ഞ ചേരുന്ന ഒരു പെങ്കൊച്ചിനെ കിട്ടാത്തതാ കാര്യം. പെങ്ങളെ, ഇതങ്ങ് കൊടുക്ക്. ആ ഇന്നാ മോളെ. അല്ലെ, ഇതെന്താ? കുറച്ച് മധുരപലഹാരങ്ങളാ, ശ്രീകുട്ടിക്ക് വേണ്ടി വാങ്ങിയതാ. ഇതിനൊന്നും കാര്യമില്ലായിരുന്നു അമ്മ. എന്റെ സന്തോഷത്തിനാണെന്ന് മോള് കരുതിയാ മാത്രം മതി. പിന്നെ ആ പെൺകുട്ടിയുടെ സ്ഥലത്തൊക്കെ ഞാൻ അന്വേഷിച്ചിരുന്നു. അവരുടെ ബന്ധുക്കളൊക്കെ സിറ്റിയിൽ എവിടെയോ ഉണ്ടെന്നാണ് കേട്ടത്. അത് വിവാഹത്തിന് അവര് വേണ്ടതല്ലേ? അവൾക്ക് അങ്ങനെ ബന്ധുക്കൾ ആരുമില്ല. അവളുടെ ബന്ധുക്കള് ഞങ്ങളൊക്കെ തന്നെയാ. അങ്ങനെ പറഞ്ഞ എങ്ങനെ? ഉത്തമൻ അത് വിട്ടേക്ക്. നിങ്ങളിരിക്കും, ഞാൻ പോയി ചായ എടുക്കാം. ആശപങ്ങളെ, രക്തബന്ധത്തെക്കാൾ വലിയ ബന്ധമൊന്നും ലോകത്തില്ല. അവൾക്ക് 2 ആങ്ങളമാരുണ്ട്. അമ്മ 2ആണെങ്കിലും അച്ഛൻ വഴിയുള്ള ബന്ധമാ. കല്യാണത്തിന് സ്വീകരിക്കാൻ സഹോദരൻ വേണ്ടേ? ഉത്തമനെ അരവിന്ദേട്ടൻ അയച്ചത് വിവാഹം നടത്താൻ വേണ്ടി കൂടെ നിൽക്കാനാ, മുടക്കാനല്ല. ഇതൊക്കെ ഞങ്ങൾ മുമ്പേ പറഞ്ഞു തീരുമാനിച്ച കാര്യങ്ങളാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.